Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55 488 910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. رسول الأمين هم أول مؤمنين وبرسول الأمين തിങ്കളിലെന്നും സയ്യിദീൻ ഒളിവായി തരവായി അൽ അമീൻ തിങ്കളിലെന്നും സയ്യിദീൻ ഒളിവായി തരവായി അൽ അമീൻ യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين املأ قلبي باليقين ثبتني على هذا الدين واغفر لي والمؤمنين الله الله. അതിന് ബഹുമാനപ്പെട്ട സയ്യിദ് കലഘട്ട സ്ഥാപനങ്ങൾ നമുക്ക് ഉദ്ഘാടനം ചെയ്ത് ആവശ്യമാണെങ്കിൽ സന്ദർഭങ്ങളുണ്ടെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ ഈ മഹത്തായ ഈ സ്ഥാപനം നമുക്കറിയാം 40ഓളം വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ ചെലവുകളും വഹിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അൽഹംദുലില്ലാഹ് വളരെ നല്ലതുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. റമദാൻ സമയത്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പോകുന്ന സമയത്ത് അവർക്ക് ഡ്രസ്സ്, അവർക്ക് ചെരുപ്പ്, ഇങ്ങനെ തുടങ്ങി ഒരു നമ്മുടെ മുതാലിമികളാകുമ്പോൾ നമ്മുടെ സ്വന്തം മക്കളെ പരിഗണിക്കേണ്ടത് പോലെ പരിഗണിക്കണം. ആ ഒരു നിർബന്ധ ബുദ്ധി നിങ്ങളൊക്കെ പോയ സ്ഥലങ്ങളിലൊക്കെ ദുആ ചെയ്യണമെന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ പരിപാടി ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമുക്ക് ഉദ്ഘാടനം ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട അടുപ്പമുള്ളവരൊക്കെയാണ്. അതോടൊപ്പം ഒരുപാട് സഹോദരിമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാ ഖൈറുകളിലും മാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരാൻ വേണ്ടി. നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് അല്ലല്ലോ, റിയാൽ. കുറച്ച് റിയാൽ നമ്മൾ എന്ത് ചെയ്യണം, 5ഉം 10ഉം ഇങ്ങനെയൊക്കെയായി നമ്മൾ കയ്യിൽ കരുതണം. എന്നിട്ട് കൊടുക്കണം. കൊടുക്കുമ്പോഴോ അത് വെള്ളിയാഴ്ച, പെരുന്നാൾ ദിവസം, അറഫ ദിവസം,
അതുപോലെ തന്നെ അയ്യാമു തശ്രീഖിന്റെ ദിവസം, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ കൊടുക്കൽ പ്രത്യേകമുണ്ട്. കാരണം സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും പ്രത്യേകതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അവിടെ സദഖ കൊടുക്കാൻ വേണ്ടി, അല്ലേ? അവിടെ ആർക്കാ സദഖ കൊടുക്കുക? ഒന്നുമില്ലെങ്കിലും അവിടെ ഹറമൊക്കെ ക്ലീൻ ചെയ്യുന്ന ആളുകൾ ധാരാളം ഉണ്ടാകാറുണ്ട്. ബംഗാളികളും മലയാളികളും മറ്റു പല നാടുകളിൽ നിന്നും വന്ന ചെറിയ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഹറം ക്ലീൻ ചെയ്യുന്നു, അവർക്ക് കൊടുക്കാം. വെള്ളിയാഴ്ചകളിലൊക്കെ കാണും, ഉംറയ്ക്കൊക്കെ പോയാൽ നമ്മൾ കാണും എത്രയോ ആളുകൾ വെള്ളിയാഴ്ചകൾ പ്രത്യേകിച്ചും സുബഹി നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്തെങ്കിലും കയ്യിലുണ്ടാവും. കാണുന്ന ഏതെങ്കിലും ക്ലീനിങ് ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ടാവും, അവർക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ ആ രൂപത്തിൽ സ്വതക്ക ചെയ്യലും വളരെ കൂലിയുള്ള കാര്യമാണ്. അത് നമ്മൾ ചെയ്യുക. അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് ഭക്ഷണം ബാക്കിയുള്ളവർ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ എന്താണ് ഞാൻ ഇവിടെ ചെയ്യുക, നേരെ പോക്കിൽ എന്താണ് ചെയ്യുക എന്ന് ചിന്തിച്ചു പോകാൻ പാടില്ല. കാരണം എന്നെ ഏറ്റവും ബഹുമാനമുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയാൽ അവിടെ നമ്മൾ പരമാവധി നമ്മൾ ചെയ്യണം. നിനക്ക് ഒരുപാട് നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ലേ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മസ്ജിദുൽ ഹറമിൽ പോകാം, ആ പള്ളിയിൽ പോയി ഈത്തികാഫിരിക്കാം. ആ ഈത്തികാഫിന് എന്തൊരു പ്രതിഫലമാണ്. അവിടെ നിനക്ക് വേണമെങ്കിൽ അതെ ഇരുന്ന് ഒരുപാട് കൃഷിക്കാണെങ്കിൽ ഒന്ന് കിടന്നുറങ്ങാം, നമുക്ക് ശാരീരിക കിടന്നുറങ്ങാം. മസ്ജിദുൽ ഹറമിൽ വിശാലമായ സ്ഥലമുണ്ട്. എവിടെ നമുക്ക് ഇരിക്കാൻ കഴിയില്ല. അവിടെ നമുക്ക് കൂടുതൽ നിർത്താൻ കൊള്ളൂല. കാരണം എന്റെ തിരക്കുകൾ അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പോലീസുകാർ എവിടെ നിൽക്കുമ്പോഴും അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഉടൻ അങ്ങോട്ട് നീക്കാൻ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയായ റബ്ബ് ഈ ലോകത്തെ യാത്രകൾ നടന്നുകൊണ്ടേയുള്ളൂ. അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ യാത്രയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബാക്കളും മുത്തുനബിയും വന്ന യാത്ര. അതാണ് ഏറ്റവും വലിയ യാത്ര. ആ യാത്രയും ആ ഭാഗ്യവും ഇപ്പോൾ നമുക്കാർക്കും ലഭിക്കുകയില്ല. പക്ഷെ അവരുടെ ആശീർവാദങ്ങളും പൊരുത്തങ്ങളും നമുക്ക് കിട്ടണം. ആ യാത്ര നമുക്ക് കിട്ടില്ല. നമ്മുടെ പക്കത്ത് നിന്ന് 1000 വട്ടം മദീനത്തേക്ക് പോയാലും, മദീന 1000 വട്ടം മക്കത്തേക്ക് വന്നാലും, ഇനി മക്കക്കാരിൽ നിന്ന് കുറെ കല്ലുകൾ നമ്മൾ കൊണ്ടാലും, ഇനി നടന്നിട്ടും കരിഞ്ഞിട്ടും നമ്മൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോയാലും ومن هاجر إلى الله ورسوله فهجرته إلى الله ورسوله. നമ്മളിപ്പോൾ കേവലം പോകുന്നത് പ്രൈവറ്റിലാണ്. 27-28 എസ്റ്റിച്ചെടുക്കുന്നത് സർക്കാർ 40-45 ഉള്ളിൽ ഇത്ര ദിവസം ആണ് നമ്മുടെ യാത്ര. അതിനുശേഷം നാം നാട്ടിലേക്ക് വീണ്ടും മടങ്ങി വരും. നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ സ്വത്തും നമ്മുടെ ബിസിനസ്സും നാം തന്നെ കൈകാര്യം ചെയ്യും. ഒന്നും നഷ്ടപ്പെടാനില്ല. ഹിജ്റ അങ്ങനെയല്ല. ഹിജ്റ കൊണ്ട് സർവ്വതും നഷ്ടപ്പെടുത്തിയെല്ലാം വലിച്ചെറിഞ്ഞു വന്നതാണ്. ഉമ്മയെയും വാപ്പയെയും ഭാര്യയെയും മക്കളെയും കുടുംബത്തിനെയും സ്വത്തും സമ്പത്തും അധികാരം. നിങ്ങൾ കേട്ടില്ലേ രാവിലെ ഇട്ട കുപ്പായം ഉച്ചരിഞ്ഞിട്ടില്ല. ഉച്ചരിഞ്ഞിട്ടിട്ട കുപ്പായം പിറ്റേ ദിവസം ഉപയോഗിക്കുകയില്ല. അത് എന്നീ നിങ്ങൾ പുറത്ത് 500,000 കുപ്പായമല്ല, 10,000 ദൃഹമുകൾ വിലമതിക്കുന്ന കുപ്പായങ്ങളായിരുന്നു കുപ്പായം. അത് ലോകത്തിൽ നിന്ന് വരെ നമ്മൾ ആരും ഉപയോഗിച്ചിട്ടില്ല. ആ പെർഫ്യൂം ഉപയോഗിച്ച് നടക്കുമ്പോ ലോകം മുഴുവൻ ശ്രദ്ധിച്ചു പോകുന്ന മണത്തിൽ അത്രയും വലിയ വിലപിടിപ്പുള്ള സുഗന്ധം മാത്രം, അത് മാത്രം അത്രയും വിലപിടിപ്പുള്ളത്. അവസാനം അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചപ്പോൾ സ്വന്തം പെറ്റ ഉമ്മയെതിരായി. ഉമ്മ പറഞ്ഞു, നീ മടങ്ങണം, നീ മടങ്ങിയില്ലെങ്കിൽ ഞാൻ നിനക്ക് പൊരുത്തപ്പെടുകയില്ല. ഇല്ല, എനിക്ക് അല്ലാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം വേണം. ആ പൊരുത്തത്തിന്റെ മുമ്പിൽ ഉമ്മ എതിരായാലും വാപ്പ എതിരായാലും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം വേണം. ഉമ്മ പറഞ്ഞു, ഉമ്മയും വാപ്പയുടെ സ്വത്തുക്കളും അവശനാക്കി പട്ടിണിക്കിട്ടു. തന്റെ ജോലിക്കാരെ കൊണ്ട് പുറത്തിട്ടു, പട്ടിണിക്കിട്ടു, കല്ലെറിഞ്ഞു ഓടിച്ചു, അങ്ങനെ ഭ്രാന്തനാക്കി മാറ്റി. എന്നിട്ടും കഥയില്ല. നമുക്ക് ചോര നൂല് കാണാൻ മേടിക്കുന്ന വയസ്സന്മാരാണ്.
ഇതാണ് നമ്മുടെ ഇഷ്ടം. ഒരു ചോറ് നൂല് കണ്ടാൽ ഈ ഹജ്ജിന് പുറത്തിൻ്റെ അവിടെ ഇരിക്കുന്നത് ശരിക്കും ക്ലാസ് ശ്രമിക്കാൻ പറ്റുന്നത് അവിടെയാണ്. ഞാനും കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഇരിക്കും. ഇതെല്ലാം ഞാൻ അവിടെ ക്ലാസ് ശ്രമിക്കാൻ അവിടെ കുറെ ഇബിലീസുകൾ അവരെല്ലാം മക്കത്ത് വന്നവരാണ്. മക്കത്തുണ്ട് അവർ ഇംഗ്ലീഷ് മക്കത്തിൽ ഇംഗ്ലീഷ് മക്കത്തിൽ. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഹ്റാമിന്റെ കൂടി മുറ്റത്ത് വന്ന ഇംഗ്ലീഷുകൾ നാട്ടിൽ നിന്ന് ഇഹ്റാമിന്റെ കൂടി മുത്ത് വന്ന ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷിന് ഏറ്റവും പേടിക്കണം. മനസ്സിലായില്ലേ? നിഷ്കളങ്കമായ ഹൃദയം ഉണ്ടെങ്കിൽ ആ ഹൃദയത്തിലേക്ക് നമ്മുടെ മറ്റേ ഇംഗ്ലീഷില്ല, മൂപ്പൻ ഇംഗ്ലീഷ് അയാൾ വരുന്നത്. നിഷ്കളങ്കമായ ഹൃദയം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അരകൊണ്ട് കൊടുത്തിട്ട് മേൽക്കൊണ്ടിട്ട് നമ്മുടെ ആചാര്യന്റെ എന്താ ഒരു നിസ്കാരത്തിന്റെ മക്കത്തുൽ മുകറമയാകുന്ന മസ്ജിദുൽ ഹറാമിലെ ബൈത്തുൽ അഖീബിലെ എത്രയാവും ആചാര്യൻ? 1,00,000. ഒരു നിസ്കാരത്തിന് 1,00,000 കൂലി. ഈ 1,00,000 കൂലി വിട്ടിട്ട് മദീനത്തെ പള്ളിയിൽ പോയാൽ എത്ര കൂലി? പള്ളിയിൽ പോകുന്നതിന് മണിക്കൂർ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ക്ലാസ് എടുക്കാൻ യോഗ്യന്മാരായ ഉസ്താദ്മാരുണ്ട്. എന്ത് പേരാണ്? ഭക്ഷണവും ഉണ്ട്, വെള്ളവും ഉണ്ട്, ബാത്റൂമും ഉണ്ട്, ടോയ്ലറ്റും എല്ലാം ഉണ്ട്. എല്ലാവരെയും കുടിക്കുന്നുള്ളൂ. ഒന്നും ഫിക്കറാണ്. അപ്പൊ ഞാൻ പറഞ്ഞ എത്ര കൂലി? മദീനത്തെ പള്ളിയിലെ 10,000 കൂലിക്ക് പോകുന്ന പെടക അല്ലെങ്കിൽ ഹൽക്ക് അല്ല ബോള നിന്നെക്കാൾ പരമവിദ്യ ആരാണെന്ന് കേട്ടാൽ നീ സമ്മതിക്കുകയില്ലേ? ഇത് സമ്മതിപ്പിക്കുന്ന കുറെ ജനറൽ ഇംഗ്ലീഷുകൾ ഇരുന്ന് പുറപ്പെടുന്നു. അവർ സൂക്ഷിക്കണം. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായ പെട്ടെന്നുള്ള ഭാവിയിൽ പോകാൻ ഇറങ്ങിയാൽ നമുക്കെല്ലാം ഒരു തടസ്സങ്ങളും ഇല്ലാതെ അല്ല യാത്ര വഴിയിലാക്കാതെ പരിപൂർണമായി മഖ്ബൂലും മബ്റൂറുമായ അമലുകൾ ചെയ്യാൻ ഒരു ചീരാപ്പ് പോലും തടസ്സമാവാതെ എല്ലാം ഭംഗിയും പരിപൂർണമായി അല്ലാഹു തആല പൊരുത്തപ്പെട്ട രീതിയിൽ എല്ലാത്തിലും മികച്ചത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തമാണ്. അവിടെ എത്തി ആ മർദിയായ സിയാറത്ത് കൽബിന് തുമനീനത്ത് കിട്ടും പോലെ ചെയ്യാൻ 10-13 ദിവസം കിട്ടുന്ന ദിവസം മദീനത്തും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന റബ്ബിന്റെ കരീമത്തിലൂടെ ഈ മഹത്തായ മജ്മഉൽ ഹിക്മത്തുൽ ഐദറൂസിയ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ വിരുന്ന്, ഈ ഹജ്ജ് എന്ന പഠന ക്ലാസ് അള്ളാഹുവിന്റെ വിരുന്നുകാരായ നിങ്ങൾക്ക് ചെറിയൊരു വിരുന്ന് മജ്മ ഒരുക്കിയിട്ടുണ്ട്. ആ വിരുന്നുകാരായ നിങ്ങളെല്ലാം സന്തോഷിക്കണമെന്നും നമുക്കെല്ലാം വേണ്ടി വിശിഷ്യ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളെല്ലാ മേഖലയിലും ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഹജ്ജ് പഠന ക്യാമ്പിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കുന്ന കാലങ്ങളായി നിങ്ങളെല്ലാവരും ആശിച്ച് ആഗ്രഹിച്ച് കാത്തിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു സമയമോ ഒരു മിനിറ്റും വൃഥാവിലാവാൻ പാടില്ല. ബഹുമാനപ്പെട്ടവർക്ക് പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് നിങ്ങളുടെ സമയങ്ങൾ വൃഥാവിലാക്കാനുള്ളതല്ല എന്ന ബോധം തിന്നാൻ വേണ്ടി സമയം കണ്ടെത്തുമ്പോഴും കുടിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുമ്പോഴും ഉറങ്ങാൻ വേണ്ടി സമയം കണ്ടെത്തുമ്പോഴും ഞാൻ ഉറങ്ങാൻ മാത്രം, തിന്നാൻ മാത്രം, കുടിക്കാൻ മാത്രം, തിന്നാനും കുടിക്കാനും ഉറങ്ങാനും എന്റെ നാട്ടിലും വീട്ടിലും ഇല്ലാത്തത് കൊണ്ട് വന്നതല്ല എന്ന് ഒറ്റ തീരുമാനം. ആ ഒറ്റ തീരുമാനം ആ തീരുമാനിക്കാൻ 10 ദിവസത്തിലാണ് കഴിഞ്ഞത്. 11-ാം തോഫീക്ക് 50 നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കണം. അതായത് 40 ജമാഅത്തായിട്ട് നിസ്കരിക്കണം. 50 കിട്ടിയാൽ 27 40 പറയില്ല 50 കിട്ടിക്കൊണ്ട്. അപ്പൊ കിട്ടുന്നത്ര ഞങ്ങൾക്ക് 13 ദിവസം കിട്ടി. അപ്പൊ അങ്ങനെ കിട്ടണം. 2 നോമ്പും കിട്ടി. മുഹറമിന്റെ ആശുറാവും താസും അങ്ങനെ കിട്ടണം. അത് മദീനത്തെ മുത്തലിബിന്റെ ചാരിറ്റിയിൽ
സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ കൂടിയ ഞങ്ങൾക്ക് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ ജന്നാത്തുൽ നഈമിൽ ഇരിക്കാൻ ഭാഗ്യം നൽകണേ. ബഹുമാനപ്പെട്ട സയ്യിദ് കല്ലക്കട്ട തങ്ങളവർക്ക് താജുൽ ഉലമയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, മറ്റെല്ലാത്തിനേക്കാളും വലിയ പദവി ഞാൻ ഉള്ളാൾ തങ്ങളുടെ ശിഷ്യനാണ് എന്ന പദവി. അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ച് നല്ലപോലെ കിതാബ് ഓതി പഠിക്കുകയും ഉള്ളാൾ തങ്ങൾ പാപ്പയുടെ കൂടെ നിന്നുകൊണ്ട് ഒരു ദിവസത്തെ 24 മണിക്കൂർ എങ്ങനെ വിലപ്പെട്ട് ചെലവഴിക്കണമെന്ന് പഠിച്ച് പകർത്തുകയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളാണ് തങ്ങൾ. നിസ്കാരം നമ്മളൊക്കെ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലം നിസ്കാരം ഞാൻ ഒന്ന് നിസ്കാരം തുടങ്ങണം. നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ തുടങ്ങി ശരിക്കും വേണ്ടത് രക്തബന്ധം, വിവാഹബന്ധം, അയൽപക്ക ബന്ധം, അങ്ങനെ ആ ബന്ധങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളോടൊക്കെ കുടുംബത്തിലും രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും അയൽപക്ക സംഘടനാ ബന്ധത്തിലുള്ള ആളുകളൊക്കെ ഒരു പൊരുത്തം അഭാവം 1 ലക്ഷം രൂപയാണ്. 2 കണക്കാണ്. മുസഹഫ് തൊടാൻ പൊതു വേണം എന്ന് പറഞ്ഞത് യാസീൻ മാത്രമുള്ള മുസാഫായാലും 30 ജില്ലയുള്ള മുസാഫായാലും ഏത് വേണം? നമുക്ക് എന്നെ പറയാൻ എന്നപോലെ ഹലാലായതാകുക എന്ന് പറഞ്ഞാൽ ഒരു ഉൾപ്പിക ഹലാലായാലും 1 ലക്ഷം ആയാലും മുഴുവൻ എന്തുമാണ്? ഹലാൽ. കുറച്ച് ഹലാലും കുറച്ചല്ലാത്ത പൈസ എങ്ങനെയാണ്? പൈസ ഇങ്ങനെ ഗവൺമെന്റിന് കെട്ടാൻ ഞാൻ പൊരുത്തപ്പെട്ട പൈസ ഞാൻ പൈസ നമ്മൾ കഞ്ഞി കരുതുന്നില്ല. പിന്നെ അങ്ങനെ നോക്കേണ്ടിയില്ല. അത് പറ്റും. ഒരു തുള്ളി മൂത്രം തെറിച്ചാലും മൂത്രം ഒന്നിച്ച് കുപ്പായത്തിലായാലും നിശ്ചയിക്കാൻ പറ്റും. ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഹലാൽ എന്നതിനെ 100% ഹാജിമാർക്കുള്ള സാധനങ്ങളുണ്ട. ഏറാമിന്റെ തുണിയുണ്ട്, ഏറാമിന്റെ ഡ്രസ്സുണ്ട്, ഏറാമിന്റെ ചെരുപ്പിട്ട് ശരി എല്ലാം എടുത്തു വെച്ച് നല്ലത് നോക്കിയിട്ട് എടുത്തു. വല്ലാത്ത പൈസ കൂടുതലേ അതേ പറയാം. അല്ലാതെ നമ്മൾ കച്ചവടക്കാരനെ നമ്മൾ തർക്കിച്ച് ഇനിയും തർക്കിച്ച് അവസാനം കച്ചവടക്കാരൻ വിചാരിച്ച് എന്തെങ്കിലും ആയിട്ട് നഷ്ടമായാലും കൊടുക്കും 3 ആൾ അങ്ങനെ വാങ്ങാതിരിക്കണം. അതുകൊണ്ട് ഹലാലായ പണം കൊണ്ട് ഹലാലായ സാധനം വാങ്ങണം. അപ്പോൾ നോക്കുകയാണ് നല്ല ദിവസമായി കിട്ടണം. അതെന്നെ യാത്ര. നമ്മൾക്ക് സ്വന്തം തീരുമാനിക്കാൻ കഴിയുന്ന യാത്രയാണെങ്കിൽ നല്ലത് വ്യാഴാഴ്ച. നമുക്ക് സ്വന്തം തീരുമാനിക്കാൻ കഴിയുന്ന യാത്രയാണെങ്കിൽ നല്ലത് ഏതാണ്? തിങ്കളാഴ്ച. ഇതിപ്പോ നമുക്ക് മാത്രം തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പോകുന്ന ദിവസം നല്ല ദിവസമായിരിക്കും. അള്ളാഹു നമ്മളെ ഖവാഖിൽ വെച്ച ദിവസമാണ്. അതിന്റെ പൊരുത്തം നമ്മൾ സ്വീകരിക്കാം. റെഡിയായി? മക്കത്ത് അവൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഉമ്രയ്ക്ക് ആകെ 4 ഫർള. ശ്രദ്ധിച്ചോളൂ. ഒന്ന് ഹജ്ജിന് ഉമ്രയ്ക്ക് ഇഹ്റാം ചെയ്യുക. 2 കഅബ ശരീഫ് തവാഫ് ചെയ്യുക. 3 സഫാ മർവയിൽ സഅയ് ചെയ്യുക. 4 ഇത് 3 കഴിഞ്ഞ ശേഷം മൂടി അടിക്കുക. 5 ഇത് വൈകി 5 പറഞ്ഞു. ഏതാ വേണ്ടത്? അന്നപ്പി നിങ്ങൾ കൂടെ നിൽക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നോക്കി. ഒരു പ്രാവശ്യം മദ്രസയിൽ ഉസ്താദ് വന്നു. ഉസ്താദ് കുഞ്ഞുങ്ങളോട് പറഞ്ഞു ഇന്നത്തെ ക്ലാസ് ഖിയാമെന്നാണ്. എതിരെ പറ്റിയ ക്ലാസ് ഖിയാമെന്നാണ്. അയാൾ ഉസ്താദിന് ഒരു ബേജാറായി. അമ്മോ ഖിയാമെന്നാണ് നമുക്ക് ദജ്ജാൽ വരും. ഖിയാമെന്നാണ് സൂര്യൻ പടിഞ്ഞാറ് മുള്ളിക്കും, പുഴയിൽ പറ്റിപ്പോവും, മലകളൊക്കെ പൊടിപൊടിയാവും. ഭയങ്കര ക്ലാസ്. അന്നേരം ഒരു കുഞ്ഞു എഴുന്നേറ്റ് ചോദിച്ചു ഉസ്താദെ അത് മദ്രസ ഉണ്ടാവുന്നു. ഉസ്താദിന്റെ ക്ലാസ് ചോദിച്ചത് എങ്ങനെയുണ്ട്? ഈ മണ്ണിനെ പിടിച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ആര്? അല്ലാഹു തആല നമ്മൾ പറയാ പിശാച് പിടിച്ചാൽ ഞാൻ സത്യം ചെയ്യുന്നത്.
അതുപോലെ അല്ലാഹു തആല സത്യം ചെയ്തു, ഈ മണ്ണ് അത്ര ശ്രേഷ്ഠമായതാണ്. എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത? അവിടെ പോകുന്നത് ആ മണ്ണ് മുസ്ലിം ലോകം പേര് കേൾക്കുമ്പോഴൊക്കെ സിന്ദാബാദ് എന്ന് പറയുന്ന കുറെ മഹാന്മാരുണ്ട്. ഉണ്ടോ ഇല്ലേ? നബി മുഹമ്മദ് മുസ്തഫ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നല്ലപോലെ പഠിക്കണം. 4 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽപ്പെട്ട സ്ഥലം മുഴുവനും ഏതാണ്? ഹറമിന്റെ ഉള്ളിലാണ് മക്കത്തുൽ മുക്കറമ. ഹറമിന്റെ ഉള്ളിലാണ് ഏത്? മക്കത്തുൽ മുക്കറമ. മക്കത്തുൽ മുക്കറമയുടെ ഉള്ളിലാണ് മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലാണ് കഅബ ശരീഫ്. അപ്പോ ഏറ്റവും ദൂരെ മീഖാത്ത് കഴിഞ്ഞാൽ പിന്നെ അതിർത്തി ഹറമത്ത്. ഹറമിന്റെ ഉള്ളിൽ മക്ക, മക്കയുടെ ഉള്ളിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ കഅബ. ഇത്രയും പുണ്യമായ ഒരു ഭൂമി മുഴുവൻ. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, നമ്മൾ പോയിട്ട് അസീസിയിൽ താമസിക്കാം. ഹാജിമാർക്ക് താമസിക്കാൻ എടുക്കുന്നത് എവിടെയാണ്? അസീസിയിൽ താമസിക്കാം. അത് ഹറമിൽപ്പെട്ട സ്ഥലമാണ്. അപ്പൊ നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ് ഹറമിലാണ്. നമ്മൾ നടക്കുന്ന മണ്ണ് ഹറമിന്റെ മണ്ണാണ്. ഇപ്പൊ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മണ്ണിൽ കഴിച്ച് 2 കറി, ഒന്ന് കോഴിക്കറി, ഒന്ന് ബീഫ് കറി, പിന്നെ ഒന്ന് ചപ്പാത്തി, ഒന്ന് മറ്റെന്താണ് നമ്മൾ മലപ്പുറത്ത് ഒരു പത്തി വളരെ ലേസായി ലേസ് പത്തി. ഇന്നാളെ അറബി വന്നപ്പോ അറബിക്ക് പത്തി കൊടുത്തു. അയാൾ അതിന്റെ മുഖം നടക്കാൻ എന്തുകൊണ്ട് ഇത് ചിലപ്പോൾ പോയി പോകാൻ സാധ്യത കൂടുതൽ. ഇതിന്റെ പ്രത്യേകത ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും ചൊല്ലേണ്ടത് രീതിയിലുണ്ട്. തെൽബിയത്ത് ചൊല്ലേണ്ടത്, 1ാമത്തെ തവാഫിൽ ചെല്ലേണ്ടത്, 2ാമത്തേൽ ചെല്ലേണ്ടത്, 3ാമത്തേൽ ചെല്ലേണ്ടത്, 7ാമത്തേൽ ചെല്ലേണ്ടത്. അപ്പൊ ഇതൊന്നും വാങ്ങാം. ഇത് അത്യാവശ്യത്തിന് കൂടുതൽ പഠിക്കാൻ ഗവൺമെന്റ് ആജിമാരൊക്കെ പ്രത്യേകിച്ചും വാങ്ങാം. അല്ലാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ. കുട്ടിയെ വെയിൽ ഇങ്ങനെ കൊള്ളണം. നമ്മൾ ശരീരത്തിലേക്ക് തണലിൽ നിൽക്കാനല്ല. അസംബ്ലി ശേഷം പുറത്തിറങ്ങി നിൽക്കുമ്പോൾ എവിടെ നിൽക്കണം? വെയിൽ കിട്ടുന്നിടത്ത് നിൽക്കണം. തണലിലല്ല നിൽക്കേണ്ടത്. അവിടെ നിന്നുകൊണ്ട് ഉള്ളാർത്തുപ്പാപ്പ ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചു കുട്ടിയെ പോലെ സംസാരിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെട്ടു. മാസാന്ത സ്വലാത്ത് ഈ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നതും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് ഒരു കിൻഡല് അരി തരാൻ പറ്റുന്ന ഒരാൾക്ക് കൈവന്നിച്ച് ആരെങ്കിലും 5000 രൂപയാവും ഒരു കിൻഡൽ അരിക്ക്. ആരെങ്കിലും ഒന്ന് നൽകണം. 1.5 കൊടുക്കണ്ട, പോകുന്നതിന് മുമ്പ് പരമാവധി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാളൊന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് മുമ്പോട്ട് വെക്കുമ്പോ അവിടെ കാണുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സലാം പറയേണ്ട സ്ഥലം അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്. സലാം പറഞ്ഞ് മുമ്പോട്ട് നീങ്ങുമ്പോ പിന്നെയും കാണാം സലാം പറയുന്ന മറ്റൊരു സ്ഥലം സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഖത്താബിന്റെ സലാം പറയുന്ന സ്ഥലം അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ്. സലാം പറഞ്ഞ് കിതാബിൽ പറയുന്ന വീണ്ടും ഹബീബായ തങ്ങളുടെ ഹദ്റത്തിലേക്ക് മടങ്ങി വരണം. അതൊന്നും ഇന്ന് നടക്കുന്ന വിഷയമല്ല. മെല്ലെ ഹബീബിലേക്ക് സലാം പറഞ്ഞ്, സിദ്ദീഖ് തങ്ങൾക്ക് സലാം പറഞ്ഞ്, ഉമർ ഖത്താബിന് സലാം പറഞ്ഞ് എല്ലാം പുറത്തിറങ്ങി. പുറത്തെവിടെയെങ്കിലും നിന്നിട്ട് ഹബീബായ തങ്ങളുടെ പച്ചക്കുമ്പ നോക്കി ഇങ്ങനെ കരയാ. അതിനേക്കാളും നല്ലത് സലാം പറഞ്ഞ് പുറത്തിറങ്ങി നേരെ മദീനയിലെ പള്ളിയിലേക്ക് കയറുക. ആ പള്ളിയിലേക്ക് കയറി റസൂലുള്ളാഹിനെ നോക്കി അവിടെ പള്ളിയിൽ ഇരുന്ന് അവിടെ വെച്ച് റസൂലുള്ളാഹിന്റെ പേരിൽ യാസീനുകൾ ഓതി, ഖുർആനുകൾ ഓതി 10 ദിവസം മദീനയിൽ താമസിക്കുമ്പോ ഹബീബിന് ഒരു ഖത്തം തീർക്കാൻ കഴിയുമല്ലോ. ഹബീബിന് ഒരു ഖത്തം ഓതി, സിദ്ദീഖ് തങ്ങൾക്ക് ഉമർ ഖത്താബിന് ഖത്തം ഓതി. സുവാത്തത്തും ഫൗഖ സൗത്തിൻ നബിയിൽ വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കതഹരി ബഅദികും ലിബഅദ്. ഹബീബായ തങ്ങളുടെ മുമ്പിൽ അവിടുത്തെ ജീവനകാലത്തിന് ശബ്ദം ഉയർത്താൻ പാടില്ല. തങ്ങളുടെ ശബ്ദത്തിന് നിങ്ങൾ ശബ്ദം ഉയരാൻ പാടില്ല. ഹബീബിന്റെ മുമ്പിൽ ഒരു ശബ്ദം ഉയർത്താൻ പാടില്ല. അങ്ങനെ മുത്തുനബിന്റെ ആ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി സംസാരിച്ചു പോയാൽ തന്നെ ജീവിതത്തിൽ ചെയ്തുകൂട്ടിയ സകല അമലുകളും ഒരൊറ്റ കാരണം കൊണ്ട് പൊളിഞ്ഞു പോകുമെന്ന് ഖുർആനാ പറയുന്നത്. ലക്ഷങ്ങൾ മുടക്കി
നടത്തിയ ഹജ്ജുകൾ വരെ പൊളിഞ്ഞു പോകും. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ സംസാരിച്ചു പോയാൽ ഇസ്മായിൽ തങ്ങൾ തഫ്സീരിൽ പറഞ്ഞു അത് വഫാത്തിന് ശേഷവും അത് ബാധകമാണ്. ലിയന്നഹു ഹയ്യുൻ ഫി ഖബരിഹി, ഹബീബായ തങ്ങൾ വഫാത്തായിട്ടില്ല, അവിടുത്തെ ഖബ്റു ശരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുകയാണ്. അവ ജീവിതകാലത്ത് എന്തൊക്കെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ നിയമങ്ങളെല്ലാം വഫാത്തിന് ശേഷവും ബാധകമാണ്. വളരെ അച്ചടക്കത്തോടെ ശബ്ദമില്ലാതെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് ചെന്നു. അങ്ങനെ ചെന്ന് മുത്തുനബിന്റെ ചാരത്തെത്തിയപ്പോ പ്രത്യേകം സലാം പറയാൻ അടയാളപ്പെടുത്തിയ സ്ഥലം കാണാം. അവിടത്തേക്ക് എത്തുമ്പോ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് രണ്ട് കൈയും ഇങ്ങനെ താഴ്ത്തി വളരെ വിനയത്തോടെ അവിടെ നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹിക്ക് സലാം പറയുന്നു. കൽബ് പൊട്ടാത്തവരില്ല. ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങളുടെ റൂമിൽ ആ ഭക്ഷണം കഴിക്കൽ നിങ്ങളുടെ റൂമിൽ തന്നെയാണ് ഉസ്താദെ, ആ അവിടെ തന്നെയാണെന്ന് പറഞ്ഞു. ഓക്കെ, എങ്കിൽ ഞാൻ അവിടെ എത്തിക്കാം, ഏത് ഗ്രൂപ്പാണെന്ന് പറഞ്ഞ് ഞാൻ എത്തിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേക്ക് ഈ ആളുകൾ പെരുത്തിക്കൊണ്ട് വരുന്ന ആളുകൾ അവിടെ എത്തി. ഞാൻ അതിനെ ഏൽപ്പിച്ചു. വിഷയം എന്താ നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായി കരുതണം. അതൊക്കെ നമ്മൾ നിർബന്ധമായി നമ്മൾ പാലിക്കേണ്ട വിഷയങ്ങളാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പാലിക്കാനുണ്ട്. കർമ്മങ്ങളൊക്കെ കൃത്യമായി നമുക്ക് നിർവഹിക്കാൻ കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദവർകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എത്തുമ്പോഴാണ് പല ഉദിച്ചുള്ള മധുരമിതാ അശ്ഹദ് പൊലിമാലങ്കൃത കലിമ വിതച്ചുള്ള മഹിമൈതാ അസറുള്ള മലർ നബി നബി ഹബീബിയാ ഹസനത്തിൻ നസ്ൽ നബി നബി ഹബീബിയാ ആദവന്റെ അമ്പിയരാ അകമലരോ അമ്പിളിയാ ആദവന്റെ അമ്പിയരാ അകമലരോ അമ്പിളിയാ അമ്പിളിപ്പൂവേ നബിയാ അമ്പര ചിന്തും നിധിയാ അമ്പിളിപ്പൂവേ നബിയാ അമ്പര ചിന്തും നിധിയാ മികവുറ്റൊരു ദിമതിയാ തികവർ നബി മികവാ മികവുറ്റൊരു ദിമതിയാ ചുങ്കാരലങ്കാര കുന്നാരമുത്തെ അസർമുല്ല മലർ നബി നബി ഹബീബിയാ ഹസനത്തിൻ നസ്ൽ നബി നബി ഹബീബിയാ അസർമുല്ല മലർ നബി നബി ഹബീബിയാ ഹസനത്തിൻ നസ്ൽ നബി നബി ഹബീബിയാ അസ്വദ് മഹിൽ അബിയദ് മദമാ ഉദിച്ചുള്ള മധുരമിതാ അശ്ഹദ് പൊലിമാലങ്കൃത കലിമ വിതച്ചുള്ള മഹിമൈതാ അസർമുല്ല മലർ നബി നബി ഹബീബിയാ ഹസനത്തിൻ നസ്ൽ നബി നബി ഹബീബിയാ
വിതച്ചുള്ള മഹിമൈദാ അസർമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ നസ്ല് നബി നബി ഹബീബിയാ ആദവന്റെ അമ്പിയരാ അകമലരോ അമ്പിളിയാ ആദവന്റെ അമ്പിയരാ അകമലരോ അമ്പിളിയാ അമ്പിളിപ്പൂവേ നബിയാ അമ്പർ ചിന്തും നിധിയാ അമ്പിളിപ്പൂവേ നബിയാ അമ്പർ ചിന്തും നിധിയാ ചുങ്കാരലങ്കാര കുന്നാരമുത്തേ അസമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ നസ്ല് നബി നബി ഹബീബിയാ റഹ്മത്തിന്റെ സബബ് നബി ശുജാഅത്തിന്റെ തികവ് നബി റഹ്മത്തിന്റെ സബബ് നബി ശുജാഅത്തിന്റെ തികവ് നബി മികവർ നബി മികവാ മികവുറ്റൊരു ദിമതിയാ മികവർ നബി മികവാ മികവുറ്റൊരു ദിമതിയാ ചുങ്കാരലങ്കാര കുന്നാരമുത്തേ അസർമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ നസ്ല് നബി നബി ഹബീബിയാ അസർമുല്ല മലര് നബി നബി ഹബീബിയാ ഇവളണിയും പൊന്നല്ലേ ഹസനത്തിൻ നസ്ല് നബി നബി ഹബീബിയാ മുച്ചത്തിപ്പെണ്ണിൻ മനം അസ്വദ് മഹിൽ ലബിയർ മദമ പെണ്ണഴകിന് വേവേകി അസ്വദ് കൊലിമാന കലിമ വിതച്ചുള്ള മഹിമൈദാ അസർമുല്ല മലര് നബി നബി ഹബീബിയാ ഹസനത്തിൻ നസ്ല് നബി City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55 488 910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.
ഞങ്ങളെ മദനീയം കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മദനീയത്തെ പ്രചരിപ്പിക്കുന്നവര്, മദനീയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, മദനീയത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്മിന്മാര്, മീഡിയ ടീം അംഗങ്ങള്, മദനീയത്തെ സ്നേഹിക്കുന്നവർ, അതിന്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവര്, അല്ലാഹുവേ അത് പ്രചരിപ്പിക്കുന്നവര്, അയൽവാസികളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക്. പരിശുദ്ധ കഅബയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന അബ്രാജ് അൽ ബൈത്ത് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്ക് ടവറിന് മുകളിൽ ഒരു ചന്ദ്രക്കലയുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ സാധാരണയായി തോന്നുന്ന ഈ ചന്ദ്രക്കലയുടെ ഉള്ളിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ ഈ ചന്ദ്രക്കല സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആളുകൾക്ക് നിസ്കരിക്കാനായി ഓപ്പൺ എയർ ആയിട്ടുള്ള ഒരു മുറിയും ഈ ചന്ദ്രക്കലയുടെ മുകളിൽ കാണാം. ആരാധനയ്ക്കുള്ള ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മുറി. ഈ മുറിയോട് ചേർന്നുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇരിക്കാനും വിശ്രമിക്കാനുമുള്ള മറ്റു പല മുറികളും ഈ ചന്ദ്രക്കലയ്ക്ക് ചുറ്റുമായി നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹൈസ്പീഡ് ലിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നത്. ഇരുന്നു പോകാനുള്ള ചെയർ ലിഫ്റ്റ് സംവിധാനവും ഇതിനകത്തുണ്ട്. ലിഫ്റ്റിൽ നിന്നിറങ്ങി 18 മീറ്റർ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ചന്ദ്രക്കലയുടെ ഉള്ളിലേക്ക് എത്തുവാൻ സാധിക്കൂ. ವಿಹಂಗಮವೋ ಯಾತನೆ ಹೇಳಲು ಮೈಲಿಯ ದಾಟಿ ಯಾತ್ರೆಯ ಹೊರಡುವರು ಪೈಶಾಚಿಕತೆಯ ಪೇಚಾಟಕ್ಕೆ ಮುಕ್ತಿಯ ಕಾಣುವರು ರಬ್ಬಿ ಸಲ್ಲಿವ ಮಿನಲ ಆಫಾತ್ಯ ಬಿಲ್ಮದದಿ ಸೌಹಾರ್ದತೆಯ ಶ್ರೇಷ್ಠತೆ ಸಾರುವ ಮಾದರಿ ಸಂಗಮವು ಸೂಫಿ ಶಹೀದರ ಉರೂಸಿನಲ್ಲಿ ದೃಶ್ಯ ವಿಹಂಗಮವು ಯಾತನೆ ಹೇಳಲು ಮೈಲಿಯ ದಾಟಿ ಯಾತ್ರೆಯ ಹೊರಡುವರು ಪೈಶಾಚಿಕತೆಯ ಪೇಚಾಟಕ್ಕೆ ಮುಕ್ತಿಯ ಕಾಣುವರು ರಬ್ಬಿ ಸಲ್ಲಿವ ಮಿನಲ ಆಫಾತ್ಯ ಬಿಲ್ಮದದಿ ಶ್ರೇಷ್ಠತೆ ಸಾರುವ ಮಾದರಿ ಸಂಗಮವು ಸೂಫಿ ಶಹೀದರ ಉರೂಸಿನಲ್ಲಿ ದೃಶ್ಯ ವಿಹಂಗಮವು ಯಾತನೆ ಹೇಳಲು ಮೈಲಿಯ ದಾಟಿ ಯಾತ್ರೆಯ ಹೊರಡುವರು ಪೈಶಾಚಿಕತೆಯ ಪೇಚಾಟಕ್ಕೆ ಮುಕ್ತಿಯ ಕಾಣುವರು ರಬ್ಬಿ ಸಲ್ಲಿವ ಮಿನಲ ಆಫಾತ್ಯ ಬಿಲ್ಮದದಿ
ವಿಹಂಗಮವೋ ಯಾತನೆ ಹೇಳಲು ಮೈಲಿಯ ದಾಟಿ ಯಾತ್ರೆಯ ಹೊರ